നമസ്കാരം. ഇന്നും പലർക്കും അറിയാത്തൊരു കാര്യമാണ്. നമ്മൾ റെസിഗ്നേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ കോൺട്രാക്റ്റ് ടെർമിനേഷൻ ചെയ്യുന്ന സമയത്ത് കമ്പനി നമ്മൾ ടെർമിനേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര മാസം നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യണമെന്നുള്ളത്. പല ആളുകളും വിളിച്ച് ചോദിക്കാറുണ്ട്. "ഒന്ന് എൻ്റെ കോൺട്രാക്റ്റ് ചെക്ക് ചെയ്തിട്ട് എൻ്റെ നോട്ടീസ് പീരീഡ് ഞാൻ എത്ര സെർവ് ചെയ്യണമെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് പറയാമോ?" എന്നുള്ളത്. പല സമയങ്ങളിലും തിരക്ക് മൂലം നമുക്കത് കഴിയാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായി നമ്മുടെ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും എത്ര മാസം നമ്മൾ നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യണം. അതിനി ടെർമിനേഷൻ ബേസിലായാലും റെസിഗ്നേഷൻ ബേസിലായാലും 1 to 3 മന്താണ്. മിനിമം എന്ന് പറയുന്നത് 1 മന്തും മാക്സിമം 3 മന്തുമാണ് നമ്മുടെ നോട്ടീസ് പീരീഡ് വരുന്നത്. അപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് ഒരു കമ്പനിയിൽ ജോലി കിട്ടി മാറണമെന്നുണ്ടെങ്കിൽ ഈ 3 മന്ത് നോട്ടീസ് സെർവ് ചെയ്യാൻ കഴിയില്ല എങ്കിൽ നമുക്ക് കമ്പനിക്ക് ഈ ഒരു 3 മാസത്തെ സാലറി പെനാൽറ്റി ആയിട്ട് നൽകിക്കൊണ്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ടെർമിനേഷൻ മേടിച്ച് പോകാൻ പറ്റുന്നതാണ്. കാരണം ഇപ്പോഴും പല ആൾക്കാർക്കും അറിയില്ല എങ്ങനെ നമ്മുടെ കോൺട്രാക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളത്. കോൺട്രാക്റ്റ് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ സെർവ് ചെയ്യേണ്ട നോട്ടീസ് പീരീഡിൻ്റെ കാലാവധി. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ടെർമിനേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ റെസിഗ്നേഷൻ കൊടുക്കുന്നതിന് മുമ്പ് അത് നോക്കി കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നമ്മളതിന് ഇനിഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു വിഷയം ഈ ഇൻഫർമേഷൻ അറിയാത്ത ഈ ഒരു നോട്ടീസ് പീരീഡിൻ്റെ ഇൻഫർമേഷൻ അറിയാത്ത ആളുകളിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.